ഇന്ന് നമുക്ക് മഴ സമയത്ത് ഇന്ന് കഴിക്കാനായിട്ട് ഇന്ന് നമ്മൾ കപ്പലണ്ടി വെറുതെ വറക്കല്ലേ ചെയ്യണേ. ഇന്ന് മസാല കപ്പലണ്ടി ആയാലോ. ഓടി പോയ വേഗം ഉണ്ടാക്കാം കേട്ടോ. ഒന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പച്ചക്കപ്പലണ്ടി എടുക്കുക. എത്രയാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ അത്രത്തോളം എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇടുക, അല്ലെങ്കിൽ മിക്സ് ചെയ്യണ എന്ത് പാത്രമാണ് അതിലേക്ക് ഇടുക. അതിലേക്ക് നമ്മുടെ വീട്ടിൽ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലി ഇട്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കളർ ഉണ്ടായിക്കോട്ടെ, എരിവ് ഒട്ടും വേണ്ടാന്ന് വെച്ചിട്ടാണ്. ഉപ്പ് പാകത്തിനിടുക, പിന്നെ കാശ്മീരി ചില്ലി ഇടുക. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് അതെന്താണ്, കടലമാവ്. കടലമാവ് പൊടി ഇടുക. കടലമാവ് പൊടി കൂടി ഇട്ടിട്ട് വേണം അത് മിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ വെള്ളം നനച്ച്, കുറേ വെള്ളം നനയ്ക്കരുത് കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ കൈ വെച്ച് ആകെ മിക്സ് ചെയ്തതിന് ശേഷം, സ്പൂണോ എന്താണെന്ന് വെച്ചാൽ മിക്സ് ചെയ്തതിന് ശേഷം വേണം ഒരു സ്പൂണായിട്ട് നനച്ച് കൊടുക്കണം. പിന്നെ കായം പൊടി ഇടുന്നുണ്ട് കേട്ടോ, അത് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ ബജിയൊക്കെ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ ഒരു സ്മെല്ല്, അത്ര തന്നെ. നല്ലപോലെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിൽ കോരി എടുത്താൽ അതാണ് ടേസ്റ്റ്. പക്ഷേ നമ്മുടെ വീട്ടിൽ അതില്ലാത്തത് കൊണ്ട് കുറേ വെളിച്ചെണ്ണയിൽ കോരണില്ല. പക്ഷേ എങ്കിൽ തന്നെ അത്യാവശ്യം വേണ്ട വെളിച്ചെണ്ണയിൽ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇന്നലെ 4 മണിയായപ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം, വീട്ടിലാണെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് ചോദിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു, ഈ ഒരു കാര്യം ചെയ്ത് കൊടുത്താൽ നന്നാവുമല്ലോ. അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണം, പക്ഷേ ബേക്കറി ഐറ്റംസ് ഒന്നും നമ്മുടെ വീട്ടിലുണ്ടാവില്ല. ഒക്കെ നമ്മൾ ഉണ്ടാക്കണം തന്നെയാണോ. ചിലപ്പോൾ രാവിലെ ഉണ്ടാക്കണ ദോശയോ പുട്ടോ ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എല്ലാ ദിവസവും രാവിലെ പലഹാരം ഇല്ല കേട്ടോ. പക്ഷേ ഇതില്ല എന്നുണ്ടെങ്കിൽ അവർ സാധാരണ പോലെ ചായ കുടിച്ച് എഴുന്നേറ്റ് പോകും. വിശക്കുമെന്ന് പറയുമ്പോൾ ഞാൻ പറയും ചോറെടുത്തുണ്ടോ, അല്ല അതൊന്നും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ അതും അഡ്ജസ്റ്റ് ചെയ്യുന്ന കുട്ടികളാണ് കേട്ടോ. അങ്ങനെയൊന്നും വാശി പിടിക്കുകയോ ഒന്നും ചെയ്യാത്ത നല്ല മക്കളാണ്. ഇപ്പോൾ ഇതാ വെളിച്ചെണ്ണയാണ് കേട്ടോ വെച്ചിരിക്കണേ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ പെരണ്ടിരിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വെള്ളം പോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ ആവില്ല, ഒന്നാമത്തേൽ പൊട്ടിത്തെറിക്കും. പിന്നെ അതിൽ വെളുത്തുള്ളി അപ്പം തന്നെ ചതച്ചിട്ടു കേട്ടോ ഞാൻ. അതിങ്ങനെ വെന്ത് പോലെ അങ്ങനെ ഫ്രൈ പോലെ ആവാൻ വേണ്ടിയിട്ട് നല്ലപോലെ ചതച്ചിട്ടു. ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആ പീനട്ട് മൊരിഞ്ഞ് കിട്ടുന്നതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളി മൊരിഞ്ഞ് കിട്ടും. അതിൻ്റെ ഒപ്പം കറിവേപ്പില വേണമെങ്കിൽ ഇടാം. നല്ല ടേസ്റ്റും നല്ല ഭംഗിയും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഇത്രയേ വറുത്തുള്ളൂ, നമുക്കൊരു നേരം ജസ്റ്റ് കഴിക്കാവുന്ന അത്രയേ വറുത്തിട്ടുള്ളൂ കേട്ടോ. ആ ചായക്കൊന്നും കൊടുക്കാനില്ലാണ്ട് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തത്രേ, അധികമൊന്നുമില്ല. പക്ഷേ മക്കൾക്കത് മതിയായിരുന്നു, ഒരു കൊതിക്ക് ചോദിക്കുമ്പോൾ കിട്ടാനായിട്ടുള്ളത്. അപ്പോൾ അത് കൊടുത്തു. പിന്നെ ഇനി വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ചെയ്യേണ്ടത് നമ്മൾ പപ്പടക്കോല് ഒക്കെ ഉണ്ടാവില്ലേ വീടുകളിൽ, ആ പപ്പടക്കോലിൻ്റെ അത് വെച്ചിട്ട് വേണം ഇതിങ്ങനെ തട്ടിയെടുക്കാനായിട്ട്. സ്പൂണ് ടച്ച് ചെയ്യണ്ടെങ്കിൽ അതൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് മാത്രമാണ് പപ്പടക്കോല് വെച്ചിട്ട് തട്ടുണ്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ഒട്ടിപ്പിടിക്കും, അല്ലെങ്കിൽ ആ മാവും അന്ന് ഇങ്ങനെ ഇതായിപ്പോരും. സ്പൂണ് വെച്ച് തട്ടരുത്, അത് പപ്പടക്കോല് വെച്ചിട്ട് അങ്ങനെയുള്ള ഒറ്റപടിയുള്ള സാധനം, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഫോർക്കായാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ആക്കിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഉതിർന്ന് കിട്ടും. എന്നിട്ട് ഒരു സൈഡ് ചൂടായി കഴിയുമ്പോൾ, ഇതിപ്പോൾ നല്ല വെളിച്ചെണ്ണ ആണെങ്കിൽ നമുക്ക് ഒറ്റ കുരലിന് എടുക്കാമായിരുന്നു. നമ്മുടെ ഇവിടെ നല്ല വെളിച്ചെണ്ണ കുറേ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പണി ഞാൻ ചെയ്യണത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പണിയുടെ ആവശ്യമില്ല, 2 മറക്കൽ വേണ്ട, ഒറ്റ മറക്കൽ മതി. പിന്നെ ചെയ്യേണ്ടത്, പിന്നെ എന്താണ് അതിലൊരു ടിപ്പ് പറയാനായിട്ട്, കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ ഈ കാശ്മീരി ചില്ലി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. കാരണം കാശ്മീരി ചില്ലിലാണ് അത്യാവശ്യം കളർ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ വേറൊരു കളർ ആഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല, അപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. കാരണം നമുക്ക് 4 മണിക്ക് ചായക്ക്, 4 മണിക്ക് നല്ല കേട്ടോ, രാവിലെ ചായ കുടിക്കാനിരിക്കുമ്പോൾ എന്തെങ്കിലും വേണമെന്ന് തോന്നില്ലേ. ഇപ്പോൾ രാവിലെ അല്ല ഉച്ചയ്ക്ക് നമുക്ക് ഇരിക്കുമ്പോൾ തനിച്ചൊക്കെ ഇരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് തോന്നും, മഴയാണ്, ഒരു ഗ്ലാസ് കട്ടൻ വെച്ച് കുടിക്കായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വായിലിടാനായിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കില്ല. ആ സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴാണ് അതിൻ്റെ ഫീഡ്ബാക്ക് പറയുമ്പോഴാണ് എനിക്കും അറിയുള്ളൂ ഇത് എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് ഇനി വെറൈറ്റി ആയിട്ട് ചെയ്യേണ്ടതെന്നും. അപ്പോൾ പിന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വന്ന വീഡിയോ ബിസിനസ് ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് അലർജി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലോ, അലർജി ഇല്ലാണ്ട് ഇനിയിപ്പോൾ നല്ല പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്ത് തുടങ്ങണമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കൊടുക്കാം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും. പിന്നെ നല്ലൊരു വ്യത്യാസം കാണുകയും ചെയ്യും. നമ്മൾ പുറത്തുള്ള ഇത് യൂസ് ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിൽ വരുന്നു കുറേ കഴിയുമ്പോൾ എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അതില്ലാണ്ടാക്കാനായിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെന്ന യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ. ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ഫീൽ ചെയ്തിട്ട് ആ ഫീഡ്ബാക്കും കൂടി എനിക്ക് തരണേ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഈ ഒരു ഇത് പറഞ്ഞു കൊടുക്കുക കേട്ടോ. നമ്മൾക്ക് ഇങ്ങനൊരു സർവീസും കൂടി നമ്മൾ ചെയ്യുന്നുണ്ടെന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്.
അത് നിങ്ങളുടെ അടുത്ത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഓണം കഴിയാറാവെ കണ്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് നീണ്ട ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം മോൻ്റെ കുറേ തിരക്കുകളും പിന്നെ അവരുടെ വീഡിയോസൊക്കെ ആയിട്ട് നല്ല തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്നും പറയാനും പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും നേരെ ഇല്ലാണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് തന്നെ ഇനിയും തരിക. ഇപ്പോൾ തന്ന പോലെ തന്നെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്കിത് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. നിങ്ങളാണ് എൻ്റെ ഈ ഒരു ബിസിനസ് ഉയർത്തിയത്. നിങ്ങൾ തന്നെയാണ് എനിക്ക് യൂട്യൂബിൽ ഇതുപോലെ സപ്പോർട്ട് തന്നതും. അപ്പോൾ ഇനിയും തുടർന്നും നമ്മളത് പ്രതീക്ഷിക്കണം. എനിക്കുണ്ടാവുമെന്ന് അറിയാം. കാരണം എന്താ വെച്ചാൽ മക്കളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നതിനേക്കാളും മുൻപ് തന്നെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും എന്നെ അറിയുന്ന ഒരുപാട് പേരത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുകയും കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കുകളായിരിക്കും. ഓണത്തിന് കുറേ പരിപാടികൾ, ഓണത്തിൻ്റേതായ ഒരു സീരീസ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച നിങ്ങൾക്ക് അതിൻ്റെ പോസ്റ്റ് ചെയ്യാനായിട്ട് അനൗൺസ് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.